ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് കണ്ണൻ. ഞാൻ +1 പഠിക്കുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും പിന്നൊരു ചേട്ടനുണ്ട്. ചേട്ടൻ ഗൾഫിലാണ്, കല്യാണം കഴിഞ്ഞതാണ്. ഒരു മാസമായി ചേട്ടത്തിയമ്മയും മോളും പുതിയ വീട്ടിലേക്ക് മാറിയിട്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബുക്കും വായിച്ച് ഇരുന്നപ്പോഴാണ് താഴെ ശ്രീക്കുട്ടിയുടെ സൗണ്ട് കേട്ടത്. എൻ്റെ ചേട്ടൻ്റെ മകളാണ് ശ്രീക്കുട്ടി. അവൾക്ക് 3 വയസ്സുണ്ട്. ഞാൻ പുസ്തകം മടക്കി എണീറ്റു. ശ്രീക്കുട്ടിക്ക് എന്നോട് വലിയ സ്നേഹമാണ്. അവളുടെ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് ആ സ്നേഹവും എല്ലാം എന്നോടാണ് കാണിക്കുന്നത്. ചെറിയച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീക്കുട്ടി എൻ്റെ റൂമിലേക്ക് ഓടി വന്നു. ഞങ്ങൾ ചെറിയച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നല്ല സന്തോഷമാണ്. പിന്നാലെ ചെറിയമ്മയും വന്നു. എടാ കണ്ണ, ഇന്നലെ ചേട്ടൻ വിളിച്ചിരുന്നു. നിന്നോട് പുതിയ വീട്ടിൽ നിന്ന് പഠിച്ചോളാനാണ് ചേട്ടൻ പറയുന്നത്. ഇവിടെ അച്ഛനും അമ്മയ്ക്കുമൊന്നും പ്രശ്നമില്ല. അമ്മ പറയുന്നത് നീ അവിടെ നിന്നാലാ കുറെ കൂടി നന്നായിട്ട് പഠിക്കുക എന്ന്. ഇവിടെ കൂട്ടുകാരുടെ കൂടെ ഉഴപ്പാണ്. ഞാൻ പഠിത്തം മുടക്കിയിട്ടുള്ള ഉഴപ്പൊന്നും ഇല്ല ചെറിയമ്മേ, അമ്മ വെറുതെ പറയുന്നതാ. പുതിയ വീട്ടിലേക്ക് വലിയ ദൂരമൊന്നും ഇല്ലെങ്കിലും ഇവിടെ അമ്മയെയും അച്ഛനെയും ഈ വീടും പിന്നെ എൻ്റെ കൂട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടൻ പറഞ്ഞാൽ അത് അനുസരിക്കണം. ശരി ചെറിയമ്മേ, നമുക്ക് ഇപ്പോൾ തന്നെ പോവാം. അത് കേട്ടപ്പോൾ ശ്രീകുട്ടിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഡ്രസ്സും ബുക്കുകളും എല്ലാം എടുത്ത് ബാഗിൽ വെച്ചു. ആ കൂട്ടത്തിൽ ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന ബൈനോക്കുലറും എടുത്ത് ബാഗിൽ വെച്ചു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലെത്തി. അടിപൊളി 2 നില വീടാണ്. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും എല്ലാമുണ്ട് വീടിന് ചുറ്റിനും. വലിയച്ഛൻ്റെ റൂം മുകളിലാ എന്നും പറഞ്ഞ് ശ്രീകുട്ടി എന്നെയും കൂട്ടി മുകളിലത്തെ റൂമിലേക്ക് പോയി. വളരെ വിശാലമായ റൂം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കാൻ ഒരു ഷെൽഫ്, ഒരു മേശ, ഒരു കസേര, പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് തുറക്കുന്ന ഒരു ജനാലയുണ്ട്. അത് തുറന്നു നോക്കിയാൽ പറമ്പ് മുഴുവൻ കാണാം. എന്തായാലും ബൈനോക്കുലർ എടുത്തു വെച്ചത് നന്നായി. കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാലോ. പോരാത്തതിന് പറമ്പിൻ്റെ അറ്റത്ത് ഒരു പുഴയുമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയമ്മ താഴേക്ക് വിളിച്ചു. ഞാൻ താഴേക്ക് പോയി ഫുഡെല്ലാം കഴിച്ച് മുകളിൽ വന്ന് അന്ന് നേരത്തെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. ഞാൻ പുറത്തേക്കുള്ള ജനൽ തുറന്നു. അവിടുന്ന് നല്ല കാറ്റ് വന്ന് മുഖത്തടിച്ചു. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. താഴെ ഒരു ചേച്ചി ഇരുന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നു. അങ്ങോട്ട് തിരിഞ്ഞിരുന്നാണ് പാത്രം കഴുകുന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ ബൈനോക്കുലറിൻ്റെ കാര്യം ഓർത്തത്. ഞാൻ പെട്ടെന്ന് ബാഗിൽ നിന്നും അതെടുത്ത് നോക്കി. മലകളെല്ലാം അതിലൂടെ നല്ലപോലെ കാണാം. ആ വലിയ കുന്നിൻ ചെരുവുകളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. അപ്പോഴാണ് കതകിൽ മുട്ടുന്ന സൗണ്ട് കേട്ടത്. ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ബൈനോക്കുലർ ബാഗിനുള്ളിൽ വെച്ചു. എടാ കണ്ണ, നീ ഇതുവരെ എണീറ്റില്ലേ? എത്ര നേരമായി ഉറങ്ങുന്നു? നീ എന്നും രാവിലെ എണീക്കുന്നതാണല്ലോ. എന്താണെന്ന് അറിയില്ല ഏട്ടത്തിയമ്മേ, വീട് മാറിയോണ്ടാന്ന് തോന്നുന്നു എണീക്കാൻ ലേറ്റായി. ഇനി എന്നും രാവിലെ എണീറ്റിരുന്ന് പഠിച്ചോണം. ഇവിടെ വന്ന് മാർക്ക് കുറഞ്ഞാൽ നിന്റെ അമ്മ എന്നോട് ദേഷ്യപ്പെടും. ഇല്ല ഏട്ടത്തിയമ്മേ, ഞാൻ നല്ലപോലെ പഠിച്ചോളാം. ശരി, നീ താഴേക്ക് വാ, ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഏട്ടത്തിയമ്മ താഴേക്ക് പോയി. ഞാൻ ജനലിലൂടെ താഴേക്ക് നോക്കി. അവരും പോയിരുന്നു. ഏട്ടത്തിയമ്മയെ സഹായിക്കാൻ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചിയാണത്. ഞാൻ താഴേക്ക് പോവാനിറങ്ങിയപ്പോൾ ആ ചേച്ചിയതാ മുമ്പിൽ. മോനെ, പഴയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ താ, ഞാൻ അലക്കി തരാം. ആ അലമാരിയുടെ പിറകിൽ ഉണ്ട് ചേച്ചി. മോന് ഇവിടുത്തെ താമസമൊക്കെ ഇഷ്ടപ്പെട്ടോ? ചേച്ചി വളരെ അടുപ്പമുള്ള പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരത്തെ എണീറ്റു. അന്ന് നല്ലപോലെ എല്ലാം വിശദമായി കണ്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അലക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ ചേച്ചി വന്നു. എന്നോട് പതിവ് പോലെ വിശേഷമെല്ലാം ചോദിച്ചു. മോനെ, മോൻ്റെ കയ്യിലിരിക്കുന്ന അത് വെച്ച് അകലെയുള്ളതെല്ലാം അടുത്ത് കാണാൻ പറ്റുമല്ലേ? അതെ, എല്ലാം കാണാൻ പറ്റും. എന്നിട്ട് മോൻ വല്ലതും കണ്ടോ? ഇല്ല ചേച്ചി, ക്ലിയറായിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. കൂട്ടുകാരെ, ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം ഇടുന്നതാണ്.